disappointment from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. കെവിൻ ഓവൻസ് വേഴ്സസ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റീൻസിനാണ് ഈ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ മാച്ചായിട്ടല്ല, ഒരു സ്റ്റീൽ കേജ് മാച്ചായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള കാരണം ജെയൂസോ ഈ മാച്ചിൽ യാതൊരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സ്റ്റീൽ കേജ് മാച്ച് ആക്കിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യനായ ഷാർലറ്റ് ഫ്ലെയർ ആണ് വരുന്നത്. ഷാർലറ്റ് ഫ്ലെയർ വന്നതിന് ശേഷം തണ്ടർ ഡൂമിൽ എൻ്റെ ആദ്യമായിട്ടുള്ള എൻട്രൻസ് ആയിരുന്നു TLC. അതുപോലെ തന്നെ തണ്ടർ ഡൂമിൽ ഫസ്റ്റ് മാച്ചിൽ തന്നെ എനിക്ക് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഷാർലറ്റ് ഫ്ലെയർ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്യാനായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആ സമയത്ത് നയ ജാക്സ് ആൻഡ് ഷൈന ബേസ്ലർ ഇവരെ കളിയാക്കുന്നതായിട്ടും പിന്നീട് ഡാന ബ്രോക്ക് ആൻഡ് മാൻഡി റോസ് ഇവർ വന്നതിന് ശേഷം നയ ജാക്സ് ടീമിനെ കളിയാക്കുന്നതായിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിൽ ഒരു ടാഗ് ടീം മാച്ചാണ് നടന്നത്. നയ ജാക്സ് ആൻഡ് ഷൈന ബേസ്ലർ വേഴ്സസ് ഡാന ബ്രോക്ക് ആൻഡ് മാൻഡി റോസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ രണ്ട് ടീമും നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഡാന ബ്രോക്കിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മാൻഡി റോസ് കൂടുതലായിട്ടും അടി വാങ്ങുന്നതായിട്ടാണ് ഈ മാച്ചിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ മാച്ചിന്റെ അവസാനത്തോടു കൂടി ഡാന ബ്രോക്ക് ഷൈന ബേസ്ലറെ റോൾ പിന്നെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് കിക്ക് ഔട്ട് ചെയ്യുന്നതായി. അതോടുകൂടി ഷൈന ബേസ്ലർ ഡാന ബ്രോക്കിനെ സബ്മിഷൻ ലോക്ക് ചെയ്ത് ഈ മാച്ചിൽ നയ ജാക്സ് ആൻഡ് ഷൈന ബേസ്ലർ ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ ഷാർലറ്റ് ആൻഡ് ആസ്ക ഇവരെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചു. ആ സമയത്ത് ഡാന ബ്രോക്ക് ആൻഡ് മാൻഡി റോസ് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ന്യൂ റോ ടാഗ് ടീം ചാമ്പ്യൻസിനെ വെച്ച് MVP-യുടെ VIP സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ MVP വന്നതിന് ശേഷം ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെൽട്ടൺ ബെഞ്ചമിൻ, സെഡ്രിക് അലക്സാണ്ടർ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളാണ് ബെസ്റ്റ് ടാഗ് ടീം, ന്യൂഡനേക്കാളും നല്ല ടീം ഞങ്ങളാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ള ടീം ബാക്ക് സ്റ്റേജിൽ ഇല്ല എന്നൊക്കെ. അതേസമയം ബോബി ലാഷ്ലി പറയുന്നുണ്ട് ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും. അതുകൂടാതെ എൻ്റെ കയ്യിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എൻ്റെ കയ്യിൽ നിന്നും വിൻ ചെയ്യാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നതുപോലെയൊക്കെ ഇങ്ങനെയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ മാറ്റ് റീഡൽ ആൻഡ് ജെഫ് ഹാർഡി ഇവർ വന്നതിന് ശേഷം ഹേർട്ട് ബിസിനസ് ടീമിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ടാണ് സംസാരിച്ചത്. അതായത് ബിസിനസ്സിനേക്കാളും പണത്തിനേക്കാളും വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം നടന്നത് ഒരു സിംഗിൾസ് മാച്ചാണ്, ഡ്രൂ ഗുലാക് വേഴ്സസ് ഏഞ്ചൽ ഗാർസ. അപ്പോൾ ഈ മാച്ച് വെക്കാനുള്ള കാരണം ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്ര വലിയ മാച്ചായിട്ടൊന്നും ഈ മാച്ച് എനിക്ക് തോന്നിയില്ല. മാച്ചിന്റെ അവസാനത്തിൽ ഏഞ്ചൽ ഗാർസ ഡ്രൂ ഗുലാക്കിനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ഏഞ്ചൽ ഗാർസയാണ് വിൻ ചെയ്തത്. അതിനുശേഷം മിസ്സിന്റെ മിസ് TV സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മിസ് വന്നതിന് ശേഷം പറയുന്നുണ്ട് TLC-യിൽ ഞാൻ 2 ടൈം ചാമ്പ്യൻ ആവേണ്ടതായിരുന്നു, പക്ഷേ അത് സംഭവിക്കാതെ പോയി. അതുകൂടാതെ എനിക്കൊരാളോട് സോറി പറയണമെന്നൊക്കെ പറഞ്ഞ് AJ സ്റ്റൈൽസിനെ റിങ്ങിലേക്ക് വിളിക്കും. റിങ്ങിലേക്ക് വിളിച്ചതിന് ശേഷം AJ സ്റ്റൈൽസിനോട് മിസ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അവസരം മുതലെടുക്കാനാണ് നോക്കിയത്, സോറി എന്നൊക്കെ. ആ സമയത്ത് AJ സ്റ്റൈൽസ് ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കും. അതായത് ലോകത്തൊരു ഇഡിയറ്റ് ഉണ്ടെങ്കിൽ അത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അതേപോലെ തന്നെ മിസ് പറയുന്നുണ്ട് തിരിച്ച് ദേഷ്യപ്പെട്ട്, ഞാൻ 15 വർഷമായി WWE വർക്ക് ചെയ്യുന്നു, എനിക്ക് കറക്റ്റായിട്ടുള്ള അവസരങ്ങളൊന്നും വന്നിട്ടില്ല എന്നൊക്കെ. അങ്ങനെ ഇവർക്ക് തമ്മിൽ പ്രശ്നം പോകുമ്പോൾ മിസ് പറയുന്നുണ്ട്, നമ്മൾക്ക് തമ്മിൽ പ്രശ്നം വേണ്ട, ഞാൻ നിന്നെ എൻ്റെ ഒരു ഷോയിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഷോയുടെ പോസ്റ്റർ കാണിക്കും. ആ പോസ്റ്ററിൽ ഏറ്റവും ചെറുതാക്കിയിട്ടാണ് AJ സ്റ്റൈൽസിനെ കാണിച്ചത്. അത് പറഞ്ഞ് വീണ്ടും ഇവർക്ക് തമ്മിൽ പ്രശ്നം വരുന്നതായിട്ട് കാണിക്കും. ആ സമയത്ത് AJ സ്റ്റൈൽസിന്റെ മാനേജറായ ഓമിസ് പറയുന്നുണ്ട്, വെറുതെ AJയുടെ കൂടെ തല്ലുകൂടി സമയം കളയണ്ട, നീ ജോൺ മോറിസനോട് പോയി ചോദിക്ക്, അവനാണ് നിന്റെ മണി ഇന്ത്യ ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തത് എന്നൊക്കെ. അത് കഴിഞ്ഞ് മിസ് പറയുന്നുണ്ട്, ശരിയാണ്, ജോൺ മോറിസനാണ് മണി ഇന്ത്യ ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മണി ഇന്ത്യ ബാങ്ക് വേണമെന്ന്. ആ സമയത്ത് WWE ചാമ്പ്യൻ ഡ്രൂ മാക്കിൻടയർ, ഷെയ്മസ്, കീത്ത് ലീ ഇവർ വന്ന് കളിയാക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് TLC-ക്ക് മുൻപ് ഇവരൊരു കഥ വായിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു, മിസ് AJ മോറിസൺ. അതേപോലെ തന്നെ TLC കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഇവർ കളിയാക്കുന്നതായിട്ടും അവസാനത്തിൽ ഈ കഥയുടെ ബാക്കി ഭാഗം എവിടെ എന്നൊക്കെ ചോദിച്ച് ഇവർ 3 പേരും നിൽക്കും. അതിനുശേഷം ഇവർ പറയുന്നുണ്ട് ഈ കഥയുടെ ബാക്കി ഭാഗം നമ്മൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ. അത് കഴിഞ്ഞ് ഇവർ 3 പേരും ജോൺ മോറിസൺ, മിസ്, AJ സ്റ്റൈൽസ് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിൽക്കുമ്പോൾ
ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ് കീത്ത് ലീനെ ഒരു ഡ്രോപ്പ് കിക്ക് ചെയ്യും. അത് കിട്ടിയതിനു ശേഷം നേരെ ഷെയ്മസിന്റെ മേലെ ചെന്ന് വീണ് ഷെയ്മസിനും കീത്ത് ലീക്കും തമ്മിൽ പ്രശ്നം വരുന്നതായിട്ട് കാണിക്കും. അതിനുശേഷം ഡ്രൂ മെക്കിൻടയർ പിടിച്ചു മാറ്റുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഈ മിസ് TV സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നടന്നത് ഒരു സിംഗിൾസ് മാച്ചാണ്. റിട്രിബ്യൂഷൻ ടീമിലുള്ള T-Bar vs റിക്കോഷെറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ റിക്കോഷെറ്റ് ആണ് T-Barനെ അറ്റാക്ക് ചെയ്തത്. അതുകൂടാതെ റിക്കോഷെറ്റ് നല്ല രീതിയിൽ ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മാച്ച് മുന്നോട്ട് പോകും. മാച്ചിന്റെ അവസാനത്തോട് റിട്രിബ്യൂഷൻ ടീമെല്ലാം അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് മുസ്തഫ അലീനെ റിക്കോഷെറ്റ് റോപ്പിന്റെ സൈഡിൽ വെച്ച് അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് T-Barന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ T-Bar ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം റിട്രിബ്യൂഷൻ ടീം പറയുന്നുണ്ട് റിക്കോഷെറ്റിനോട്, ഞങ്ങൾ നിന്റെ ശത്രുവല്ല, നീ ഞങ്ങളുടെ ടീമിൽ ആഡ് ആവണമെന്ന്. അതിനുശേഷം നടന്ന മാച്ച് MVP ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ബോബി ലാഷ്ലി വേഴ്സസ് മാറ്റ് റീഡൽ ആൻഡ് ജെഫ് ഹാർഡി ഇവർക്ക് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ചാണ് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ രണ്ട് ടീമും അടിപൊളിയായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെഫ് ഹാർഡി, മാറ്റ് റീഡൽ ഇവരുടെ ടാഗ് ടീം വർക്കെല്ലാം വളരെയധികം നന്നായിട്ടാണ് ഈ മാച്ചിൽ എനിക്ക് തോന്നിയത്. അവസാനത്തിൽ ജെഫ് ഹാർഡി, മാറ്റ് റീഡൽ ഇവർ പ്ലാൻ ചെയ്ത് റോ ടാഗ് ടീം ചാമ്പ്യൻസിന്റെ മേലേക്കെല്ലാം ജമ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാച്ചിന്റെ അവസാനത്തോടു കൂടി ബോബി ലാഷ്ലി ജെഫ് ഹാർഡി ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് ബോബി ലാഷ്ലിയുടെ സബ്മിഷൻ ലോക്കായ ഹെർട്ട് ലോക്ക് ജെഫ് ഹാർഡിനെ ചെയ്തതിന് ശേഷം ഈ മാച്ചിൽ ബോബി ലാഷ്ലി ആൻഡ് MVP ഇവരാണ് വിൻ ചെയ്തത്. ജെഫ് ഹാർഡി ഈ മാച്ചിലും സബ്മിഷൻ ലോക്ക് മൂലം തോറ്റുപോയി. അപ്പോൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഞാൻ മുൻപേ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വില്ലോ ക്യാരക്ടറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതിനുശേഷം എലൈസിന്റെ ഒരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റ് എന്തിനാ വെച്ചതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ജെയ്സൺ റൈക്കർ വേഴ്സസ് ഗ്രാൻഡ് മെറ്റാലിക് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് വരുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ മാച്ചും ഈ സെഗ്മെന്റൊന്നും അത്ര വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല. മാച്ചിന്റെ അവസാനത്തിൽ ജെയ്സൺ റൈക്കർ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ ജെയ്സൺ റൈക്കറാണ് വിൻ ചെയ്തത്. അതിനുശേഷം റാൻഡി ഓർട്ടന്റെ സെഗ്മെന്റ് ആണ് കാണിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ റാൻഡി ഓർട്ടൻ വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് TLCയിൽ അങ്ങനെ ചെയ്തു വെച്ചത്. അതുകൂടാതെ ഫീൻഡ് ഒരു മനുഷ്യനല്ല, ഒരു ഈവിൽ ക്യാരക്ടറാണ്. ആ ഒരു ഈവിൽ ക്യാരക്ടറിനെ ഞാൻ കത്തിച്ചു കളഞ്ഞു. ഇനി ഫീൻഡ് എന്ന ഈവിൽ ക്യാരക്ടർ ഇല്ല, അത് ഞാൻ നശിപ്പിച്ചു എന്നൊക്കെയാണ് റാൻഡി ഓർട്ടൻ പറയുന്നത്. ആ സമയത്ത് അലക്സ ബ്ലസ് ഫീൻഡ് വരുന്നത് പോലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ റിങ്ങിൽ വരുന്നതായിട്ടാണ് കാണിച്ചത്. വന്നതിന് ശേഷം റാൻഡി ഓർട്ടനോട് അലക്സ ബ്ലസ് പറയുന്നുണ്ട്, ഫീൻഡ് ഇപ്പോഴില്ല, ഫീൻഡ് ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് റാൻഡി ഓർട്ടനെ കളിയാക്കുന്നതായിട്ടും അലക്സ ബ്ലസ് അവിടെ ഇരുന്ന് കളിക്കുന്നതായിട്ടാണ് ആ ഒരു സെഗ്മെന്റിൽ കാണിച്ചത്. അതിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടനോട് പറയുന്നുണ്ട്, ഫീൻഡ് ഇപ്പോഴില്ല, പക്ഷെ ഇനി വരുമ്പോൾ അതൊരു വല്ലാത്ത വരവായിരിക്കും എന്നൊക്കെ. അതിനുശേഷം നടന്ന മാച്ച് വുമൻസ് ടാഗ് ടീം മാച്ചാണ്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസ്ക ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ലൈസി എവൻസ് ആൻഡ് പെയ്റ്റൺ റോയ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. അതുകൂടാതെ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ലൈസി എവൻസിനും പെയ്റ്റൺ റോയ്സിനും തമ്മിൽ പ്രശ്നം വരുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഏത് ടീമിൽ വർക്ക് ചെയ്താലും ഈ ഒരു റെസ്ലർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷെ മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലെയറിനെ സബ്മിഷൻ ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ആസ്ക ലൈസി ഇവൻസിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം പെയ്റ്റൺ റോയ്സിനെ റിംഗിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ഷാർലറ്റ് ഫ്ലെയർ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ ആസ്ക ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് ഒരു 6-man സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ്. കീത്ത് ലീ, ഷെയ്മസ് ആൻഡ് WWE ചാമ്പ്യൻ ഡ്രൂ മെക്കിൻടയർ വേഴ്സസ് AJ സ്റ്റൈൽസ്, മിസ് ആൻഡ് ജോൺ മോറിസൺ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ രണ്ട് ടീമും വളരെയധികം നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീത്ത് ലീ, മെക്കിൻടയർ ഒരുമിച്ച് ജോൺ മോറിസനെ വലിച്ചെറിയുന്നതായിട്ടും ഈ മാച്ചിൽ കാണിച്ചു. അങ്ങനെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഷെയ്മസ്, കീത്ത് ലീ ഇവർക്ക് തമ്മിൽ പ്രശ്നം വരുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തോടു കൂടി ഷെയ്മസിനെ ടോപ്പ് റോപ്പിന്റെ മുകളിൽ നിന്നും ടേബിളിന്റെ മുകളിലേക്ക് ജോൺ മോറിസൺ തട്ടിയിട്ടിരുന്നു. അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് ഒരു സ്റ്റിക്ക് എടുത്ത് കൊണ്ടുവന്ന് ഡ്രൂ മെക്കിൻടയറിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് പോകും. ആ സമയത്ത് ഡ്രൂ മെക്കിൻടയർ AJ സ്റ്റൈൽസിനെ ക്രിസ്മസ് ട്രീയുടെ മുകളിലേക്ക് എല്ലാം വലിച്ചെറിയും. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുള്ള ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ മിസ്സിനെ ക്ലൈമോർ കിക്ക് ചെയ്ത് വിൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഷെയ്മസ് മേല് ടാഗ് ചെയ്ത് ഇറങ്ങുന്നതായിട്ട് കാണിച്ചു. അതേസമയം കീത്ത് ലീ ഷെയ്മസിന്റെ മേല് ടാഗ് ചെയ്തതിന് ശേഷം കീത്ത് ലീയുടെ ഫിനിഷിംഗ് മൂവായ സ്പിരിറ്റ് ബോംബ് മിസ്സിനെ ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മെക്കിൻടയർ, ഷെയ്മസ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഡ്രൂ മെക്കിൻടയർ പറയുന്നുണ്ട്,
നമ്മൾ ടീമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് 3 പേരും ഒന്നിച്ച് നിൽക്കുന്നതായിട്ടും അതേസമയം നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ ഷെയ്മസ് കീത്തിലിനെ ഒരു ബ്രോക്കിക്ക് ചെയ്യുന്നതുമായിട്ടാണ് കണ്ടത്. തീർച്ചയായും ഈ ബ്രോക്കിക്ക് ഞാനടക്കം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പായിരുന്നു ഷെയ്മസ് ചവിട്ടും എന്നുള്ള കാര്യം. നിങ്ങൾ എത്ര പേര് അത് പ്രതീക്ഷിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അത്ര വലിയ ഷോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.